ഹേ എവ്രി വൺ, ഇതൊരു 3 മാസത്തിന് ശേഷമുള്ള റിവ്യൂ ആണ്. DJI Action 2 എന്ന് പറഞ്ഞ ക്യാമറ. ഓൾറെഡി ഞാനിത് വാങ്ങിച്ച സമയത്ത് ഒരു റിവ്യൂ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടി എടുക്കുന്നതല്ലോ. ഈ ഒരു കാലത്തിനിടെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിലെടുത്തു. മെജോറിറ്റി വീഡിയോസും ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ആക്സറീസ് യൂസ് ചെയ്തിട്ട് 1-2 അണ്ടർ വാട്ടർ ഷോട്ട്സ് ഒക്കെ എടുത്തു. ഇത്രയും കാലത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, വീഡിയോ ക്വാളിറ്റി ആയാലും ഡ്യൂറബിലിറ്റി ആയാലും ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആയാലും എല്ലാത്തിലും 100% ഞാൻ ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 40,000-50,000 രൂപ മുടക്കി ഒരു ക്യാമറ വാങ്ങിക്കുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിൽ കിട്ടുന്ന അതേ വീഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ലല്ലോ. 4Kയിൽ 120 FPS വരെ മാക്സ് ഔട്ട് സപ്പോർട്ട് ചെയ്യും. ഇന്ന് മാർക്കറ്റിലുള്ള പല ക്യാമറാസും 6K 8K സപ്പോർട്ട് ചെയ്യും, നമ്മളൊരു 50,000-60,000 രൂപ മുടക്കുകയാണെങ്കിൽ. പക്ഷെ അതിലെ ആൾക്കാർ വാങ്ങിച്ചിട്ടും അവരും യൂസ് ചെയ്യുന്നത് 2.7K 4K ആണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒന്ന് സൈസ് കൂടും 6Kയിൽ 8Kയിലേക്ക് പോകുന്ന സമയത്ത്. രണ്ടാമത്തെ കാര്യം, നമ്മളിതിൽ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സോഷ്യൽ മീഡിയ ഒരു കംപ്രഷൻ നടത്തും. അപ്പം നമ്മുടെ യഥാർത്ഥ പിക്ചർ ക്വാളിറ്റി അവിടെ കിട്ടൂല. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. 4 സ്റ്റെബിലിറ്റി മോഡാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റഡിയിലാണ് ഇപ്പോൾ കണ്ടത്. റോക്ക് സ്റ്റഡിയിലൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ പോലും നല്ല രീതിയിൽ വീഡിയോ സ്റ്റെബിലൈസ് ആവും. ഇതിപ്പം ഹൊറൈസോൺ ബാലൻസിങ്ങിലാണുള്ളത്. അതായത് ഒരു 45 ഡിഗ്രി വരെ നമ്മൾ ക്യാമറ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ വീഡിയോ ഷെയ്ക്ക് പോലും ആവില്ല, അത്രയ്ക്കും സ്റ്റെബിലൈസ്ഡ് ആണ്. ഇനി ഇത് പോരെങ്കിൽ ഇതിൻ്റെ മേലെ ഒരാളും കൂടെ ഉണ്ട്. ഹൊറൈസോൺ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ ക്യാമറ ചരിച്ചാൽ പോലും നമ്മുടെ വീഡിയോ ഷെയ്ക്ക് പോലും ആവില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്, ഒരു വീഡിയോ ഷെയ്ക്ക് ആവാതെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വെൽ ബാലൻസ്ഡ് ആയിട്ടില്ല അവർ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ മൗണ്ട് ചെയ്തിട്ട് എടുക്കുന്ന വീഡിയോസ് അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതൊന്നും കൂടാതെ ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ട് ഒരു 128 GB മെമ്മറി കാർഡും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് 110 GB നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പൈസ ഇല്ലെങ്കിൽ, സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് പൈസ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ളൊരു മോഡലാണിത്. മാനുവൽ ഫീച്ചേഴ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ISO അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈറ്റിങ്ങിനനുസരിച്ച് നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് ട്വീക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളർ ഫിൽറ്ററും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഈ മാനുവലി നമുക്ക് ഒരു DSLR യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് മാറ്റി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൽ കണക്ട് ചെയ്താൽ മതി. ഈ കാണുന്ന വീഡിയോ റെക്കോർഡിംഗ് ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും ചേഞ്ച് ചെയ്യാൻ പറ്റും. ISO, വൈറ്റ് ബാലൻസ്, ഷട്ടർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഫോട്ടോ മോഡിലാണെങ്കിലും വീഡിയോ മോഡിലാണെങ്കിലും. ഇവിടെ ഇപ്പോൾ ഞാൻ ഫോട്ടോ മോഡിലാണ് ചേഞ്ച് ചെയ്യുന്നത്. ഫോട്ടോ ഞാൻ ഇതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. കാരണം അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഫിക്സഡ് അപ്പർച്ചറാണ് വരുന്നത്. ക്യാമറയുടെ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ലൈറ്റ് വരുന്ന ഓപ്പണിങ്ങിനാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. അത് 2.8-ൽ ഫിക്സ്ഡ് ആണ്. അതായത് നല്ല വൈഡായിട്ട് ഓപ്പൺ ആണ്, ലൈറ്റ് നന്നായിട്ട് കിടക്കും. അപ്പം അതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് നന്നായിട്ട് കിടക്കും. പക്ഷെ അതിൻ്റെ ഒരു ബാഡ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ലാൻഡ്സ്കേപ്പ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് വളരെ കുറവായിരിക്കും. ഈ ഫോട്ടോ നോക്കണ്ട, ഇത് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയ വെളിച്ചത്തിലെടുത്താണ്, അതുകൊണ്ടാണ് ഇത്ര ഗെയിൻസ് വരുന്നത്. നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന സമയത്ത് ഇതിനൊരു ഫിക്സ്ഡ് ഫോക്കൽ ലെങ്ത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനും പറ്റില്ല. അപ്പർച്ചർ മാറ്റിയിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആക്ഷൻ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസിന് ഒരു ലിമിറ്റ് ഉണ്ട്. കുറച്ചും കൂടെ അടുത്ത് ക്ലോസർ ഒബ്ജക്റ്റ് വെച്ചിട്ട് നല്ല വെളിച്ചത്തിൽ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓക്കെ എന്ന് പറയാം. എന്നാലും അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഫോട്ടോസ് വളരെ കുറവായിട്ടാണ് എടുക്കാറുള്ളത്. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി വീഡിയോൻ്റെ കേസിലേക്ക് വന്നാൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാമറയിൽ കണ്ടിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈപോഡിലോ ഹെൽമെറ്റിലോ മൗണ്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടുന്ന് ഓരോ തവണ എടുത്തിട്ട് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മൊബൈലിൻ്റെ അകത്ത് തന്നെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ക്യാമറേൻ്റെ അകത്തുള്ള ഒരു വ്യൂ ഫൈൻഡർ ആയിട്ടാണ് ഈ മൊബൈൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഫാസ്റ്റ് ആണ്. കാരണം വൈഫൈ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ക്യാമറ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് യൂസ് ചെയ്യുമെങ്കിലും അത് കഴിഞ്ഞാൽ ക്യാമറയുടെ വൈഫൈ ആയിട്ട് നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ട് ആ വൈഫൈ ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്യാമറയിലുള്ള ഫുട്ടേജസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മൊബൈലിനകത്തേക്ക് ഡൗൺലോഡ് ചെയ്യാനും ഈ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വഴി വളരെ എളുപ്പമായിട്ട് നടക്കും.
ഈ ആപ്പിൻ്റെ അകത്ത് തന്നെ അവരൊരു ഇൻബിൽഡ് വീഡിയോ എഡിറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്തിട്ടും വീഡിയോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു മോഡുലർ ഡിസൈനാണ്. ഇതിൻ്റെ കൂടെ തന്നെ ബാറ്ററി നമുക്ക് അറ്റാച്ച് ചെയ്യാം. ബാറ്ററി പാക്ക് ഇല്ലാതെയും ഇത് യൂസ് ചെയ്യാം. ബാറ്ററി പാക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ബാക്കപ്പ് കിട്ടും. ആ ബാറ്ററി പാക്കിലാണ് നമ്മൾ മെമ്മറി കാർഡ് ഇടുന്നത്. അപ്പോൾ മെമ്മറി കാർഡ് ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബാറ്ററി പാക്ക് എന്തായാലും ഇതിൻ്റെ താഴത്ത് അറ്റാച്ച് ചെയ്യണം. എൻ്റെ കയ്യിൽ നിന്നൊന്ന് വീണിട്ടുള്ള സ്ക്രാച്ചാണ് സൈഡിൽ കാണുന്നത്. ഏകദേശം ഒരു 1-1.5 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് താഴെ വീണത്. അതും ഒരു കോൺക്രീറ്റ് തറയിലാണ് വീണത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ കോർണറിൽ വീണിട്ടും ഡിസ്പ്ലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ബോഡിക്കോ കാര്യമായിട്ടുള്ളൊരു ഡാമേജും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു കേസിൻ്റെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ വീണാൽ പോലും യാതൊരു പ്രോബ്ലവും വരില്ല. താഴത്തുള്ള ആ ബാറ്ററി പാക്കിന് ഒരു എക്സ്ട്രാ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് ഉണ്ടാകുന്നത് വഴി തന്നെ നമുക്ക് കൂടുതൽ ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ വരുന്നത് മാഗ്നറ്റിക് വിത്ത് ഒരു ക്ലിപ്പാണ് വരുന്നത്. അപ്പോൾ മാഗ്നറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്ട്രോങ് ആണ്. ആ ക്ലിപ്പും കൂടെ വരുന്ന സമയത്ത് ഡബിൾ സ്ട്രോങ് ആണ്. നമ്മൾ തന്നെ ക്ലിപ്പ് ചെയ്തിട്ട് മാക്സിമം കൈ കൊണ്ട് ശ്രമിച്ചാലും ആ ക്ലിപ്പ് അവിടെ നിന്ന് ഊരി പോകുന്നില്ല. പിന്നെ എനിക്കൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ലാൻയാർഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പിലേക്ക് ഈ ലാൻയാർഡ് അവിടെ കവർ ചെയ്തിട്ടിടും. അതാവുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും പറ്റിപ്പോയാലും നമ്മുടെ ക്യാമറ സേഫ് ആയിരിക്കുമല്ലോ. പിന്നെ ഇതിൻ്റെ ആക്സറീസിലേക്ക് വരുന്ന സമയത്ത് 2 ആക്സറീസാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഒന്ന് ഈ ഒരു ഹെഡ് ബാൻഡും പിന്നെ വേറൊന്ന് നമുക്ക് കഴുത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും. ഇതിൽ കാണുന്ന ഈ ഒരു പോർഷനിലേക്കാണ് നമ്മൾ ക്യാമറ അറ്റാച്ച് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെയുള്ള ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറയുടെ കവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ക്യാമറ കവർ റിമൂവ് ചെയ്തിട്ട് മാത്രമാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുക. നമുക്ക് POV വീഡിയോസൊക്കെ എടുക്കാൻ ബെസ്റ്റാണ്. നമ്മൾ വല്ല സ്പോർട്സിൽ ഏർപ്പെടുന്ന സമയത്തോ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്തോ നമുക്ക് ആ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വേറൊരു നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇത് തലയിൽ വെച്ചിട്ട് ജമ്പ് ചെയ്ത സമയത്ത് ക്യാമറ തലയിൽ നിന്ന് വീണുപോയി. അപ്പോൾ നമ്മൾ ജമ്പ് ചെയ്യുമ്പം ആ ഒരു ഫോഴ്സ് വന്നാൽ ഇത് മേ ബി തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ ക്ലിപ്പ് വരുന്നില്ല, മാഗ്നറ്റ് മാത്രമേ വരുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്കൊരു ഇൻസുലേഷൻ ഇതിൻ്റെ ചുറ്റും കവർ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ജമ്പ് ചെയ്യുന്ന സമയത്ത് ക്യാമറയായിട്ട് ഡയറക്റ്റ് ആ വാട്ടറിൻ്റെ കോൺടാക്റ്റ് വരുന്നതുകൊണ്ടാണ് തെറിച്ചു പോയത്. അല്ലാതെ ഇത് വെച്ചിട്ട് ഓടുന്ന സമയത്തോ ചെറിയ ചെറിയ സ്പോർട്സ് ചെയ്യുന്ന സമയത്തൊന്നും യാതൊരു പ്രശ്നവും വരില്ല. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്ട്രാപ്പും ബാൻഡും എല്ലാ കാര്യങ്ങളാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വരുന്ന രണ്ടാമത്തെ ആക്സറീസ് ആണ് നമുക്ക് കഴുത്തിലിട്ട് യൂസ് ചെയ്യാൻ വരുന്ന ഈ ഒരു മാഗ്നറ്റിക് പ്ലേറ്റ്. ഇത് നമ്മൾ കഴുത്തിലിട്ടിട്ട് ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഒരു ചെറിയ പ്ലേറ്റ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ക്യാമറ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കാണുന്നത് പോലെയല്ല, ഇത് വളരെ സ്ട്രോങ് ആണ്. ഞാനിത് യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലേറ്റ് ഷർട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ ക്യാമറ അറ്റാച്ച് ചെയ്യൽ. അപ്പോൾ എന്നിട്ടും ആ മാഗ്നറ്റിക് പവർ നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെക്കുന്ന സമയത്ത് ക്യാമറ നേരെ തിരിഞ്ഞായിരിക്കും കിട്ടുക. അതായത് ക്യാമറയുടെ റെക്കോർഡ് ബട്ടൺ താഴത്തോട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ ഓട്ടോമാറ്റിക് ഓറിയൻറ്റേഷൻ റെഡി ആയിക്കോളും. ഇത്ര ഞാൻ വൈബ്രേറ്റ് ചെയ്താലും കണ്ടോ, നമ്മളിപ്പം ഇത് കഴുത്തിൽ വെച്ചിട്ട് ജമ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ മാക്സിമം വരുന്ന വൈബ്രേഷൻ ഇതാണ്. അതിൽ പോലും ക്യാമറ അവിടെ നിന്ന് ഇളകി പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷനാണത്. ഇനി ഞാൻ എൻ്റെ ഈ ഒരു ട്രൈപോഡ് ഒന്ന് കാണിച്ചു തരാം. ഏകദേശം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 മീറ്റർ ലെങ്ത് ഇതിന് കിട്ടും. ഇതിൻ്റെ താഴത്തൊരു 3 ലെഗ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇനി വേണ്ടാന്നാണെങ്കിൽ ആ ലെഗ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ലെഗ് ഹൈഡായിട്ട് ഉള്ളിലേക്ക് തന്നെ കയറി പോകുന്നതായിരിക്കും. ഈ ക്യാമറ മാത്രമല്ല, ഏത് ക്യാമറ വാങ്ങിക്കുന്ന ആൾക്കാരും ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വാങ്ങിക്കാൻ ശ്രമിക്കാം. നമ്മളിപ്പോൾ വ്ളോഗ് എടുക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്തായാലും ക്യാമറ നിലത്ത് വെക്കുന്നതിന് പകരം എവിടെയെങ്കിലും വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ എന്തായാലും കുറച്ച് വീഡിയോസ് ഇതിൻ്റെ അകത്ത് എടുത്ത സാമ്പിൾസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലോട്ട് കൊടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സ്പെൻഡ് ചെയ്ത പൈസയ്ക്ക് വേർത്തായിട്ടുള്ള ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. ഞാൻ എന്തായാലും ഇതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്.